തിരുവനന്തപുരം ആറ്റിങ്ങൽ കഴിഞ്ഞ് വരുമ്പോൾ കടുവായിൽ ജുമാ മസ്ജിദിന് തൊട്ടടുത്തായിട്ട്, അതായത് നമ്മുടെ NH-ൽ നിന്ന് കഷ്ടിച്ച് 100 മീറ്റർ മാത്രം മാറി ഈ കാണുന്ന പ്രോപ്പർട്ടി ടോട്ടലായിട്ട് 11.5 സെൻറ്റ്. അതിലൊരു പഴയ വീടുണ്ട്. വീടിന് നമ്മൾ വില കണക്കാക്കണ്ട. ഈ രീതിയിൽ റോഡ് ഇങ്ങനെ ചുറ്റി പോകുന്ന രീതിയിൽ ടോട്ടലായിട്ട് 11.5 സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത്. നമുക്ക് ഈ പ്രോപ്പർട്ടി എടുക്കുന്നവർക്ക് ഒരു സാധ്യത എന്താ വെച്ച് കഴിഞ്ഞാൽ 2 പ്ലോട്ടായിട്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം കേട്ടോ. കാരണം റോഡ് ഫ്രണ്ടേജ് ഇത്രയേ ഉള്ളതുകൊണ്ട് ആ രീതിയിലും ചെയ്യാൻ സാധിക്കും. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ NH-ൽ കടുവായിൽ പള്ളി കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോൾ ഇടത്തോട്ട് ആദിയൂർ ക്ഷേത്രത്തിലേക്കുള്ള ഒരു ആർച്ച് കാണാൻ സാധിക്കും. ആ റോഡ് ഇറങ്ങി നമ്മളൊരു 100 മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടി ഇടതുവശത്തായിട്ട് കാണാം. അതായത് റോഡ് ഇങ്ങനെ ഒന്ന് വളഞ്ഞു പോകും. വളയുമ്പോഴത്തേക്കും ഇടതുവശത്തായിട്ട് കാണുന്ന ഈ പ്രോപ്പർട്ടി അത്യാവശ്യം നല്ലൊരു ഫ്രണ്ടേജ് ഉള്ള 11.5 സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത്. വീടിനകം നമ്മൾ കാണിക്കുന്നില്ല. എങ്ങനെയാ വെച്ചാൽ ഒന്ന് പഴയ വീടാണ്. അപ്പോൾ അതിന് വേറെ ഒരു വിലയൊന്നും കണക്കാക്കുന്നില്ല കേട്ടോ. ഈ രീതിയിലുള്ള പ്രോപ്പർട്ടി ഇവിടെ വേറെയും പുതിയ വീടുകളൊക്കെ പണി കിടക്കുന്നുണ്ട്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊരാവശ്യത്തിനും ജസ്റ്റ് ഒന്ന് വാക്കബിൾ ഡിസ്റ്റൻസിൽ എല്ലാവിധ സൗകര്യങ്ങളും, സ്കൂളായാലും അതുപോലെ ഹോസ്പിറ്റലായാലും പള്ളിയായാലും എല്ലാം തന്നെ നമുക്കിവിടെ വാക്കബിൾ ഡിസ്റ്റൻസ് കയ്യെത്തും ദൂരത്ത് തന്നെയുണ്ട്. ആ രീതിയിലുള്ള പ്രോപ്പർട്ടി. ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് 5.25 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാവുന്നതാണ്. നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. കാണാൻ തന്നെ നല്ല രസമുണ്ട്. റോഡ് ലെവലിനെക്കാട്ട് ഉയർന്നിട്ട് നല്ല കരഭൂമിയിൽ ഈ ഒരു വീടടക്കം ഉള്ളതാണ്. ഇപ്പം നിലവിൽ ഈ വീട് പ്രയോജനപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ ഉപയോഗിക്കാം. ഇനി അതല്ലാതെ ഇതുപോലൊരു നല്ലൊരു വീട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ നല്ല വിസിബിലിറ്റിയിൽ നല്ലൊരു വീട് NH-ന് തൊട്ടടുത്തായിട്ട് വെക്കാൻ സാധിക്കും. നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ പിൻവശത്തേക്ക് വരുമ്പോൾ ഇതുപോലൊരു ഷെഡുണ്ട്. ഇതിൻ്റെ അതിര് ചേർത്ത് ഇങ്ങനെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ അതിര് വരുന്നത്. അതായത് വീടിരിപ്പ് പോയിട്ട് ബാക്കിലേക്ക് ഇത്രയും കൂടെ നമുക്ക് പിൻവശത്തേക്ക് സ്പേസ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് അവരൊരു വഴിയായിട്ട് നേരത്തെ ഒരു പാർട്ടിക്ക് അവർ ഓൾറെഡി സെയിൽ ചെയ്തതാണ്. ഇവിടെ ഒരു കുറ്റി അടിച്ചിട്ടുണ്ട്. അത് കണക്കാക്കി ഇപ്പുറത്തേക്ക് അവർ നേരത്തെ സെയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് മുൻവശത്തേക്ക് റോഡ് ഫ്രണ്ടേജിൽ വരുന്ന 11.5 സെൻറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്.